So okay, let's start. So നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലെപ്രയോൺസ് തിയറം ആയിരുന്നു. 3 മൊമെന്റ് തിയറം ഓർ ക്ലെപ്രയോൺസ് തിയറം. അപ്പോൾ 3 മൊമെന്റ് തിയറം പറയാൻ നേരത്ത് അല്ലെങ്കിൽ 3 മൊമെന്റ് തിയറം ഡിറൈവ് ചെയ്ത് എന്താണ്? ഫോർ എ കണ്ടിന്യൂസ് ബീം. അപ്പോൾ കണ്ടിന്യൂസ് ബീം ഫോർ എ 2 സ്പാൻ കണ്ടിന്യൂസ് ബീം ആണ് ക്ലെപ്രയോൺസ് തിയറം ഡിറൈവ് ചെയ്തത്. ഈ 2 സ്പാൻ കണ്ടിന്യൂസ് ബീമിനകത്ത് സപ്പോർട്ട്സ് എല്ലാം സിമ്പിൾ സപ്പോർട്ട്സ് ആയിരുന്നു. സിമ്പിൾ സപ്പോർട്ട് മീൻസ് ഐദർ ഇറ്റ് ഈസ് എ റോളർ സപ്പോർട്ട് ഓർ എ ഹിഞ്ചഡ് സപ്പോർട്ട്. അപ്പോൾ ഒന്നുകിൽ റോളർ സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ട് ഉള്ള 2 സ്പാൻ കണ്ടിന്യൂസ് ബീംസിനാണ് ക്ലെപ്രയോൺസ് തിയറം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ എ ഫിക്സഡ് സപ്പോർട്ട് ആപ്ലിക്കേഷൻ ഓഫ് 3 മൊമെന്റ് ഇക്വേഷൻ ടു പ്രോബ്ലംസ് വിത്ത് ഫിക്സഡ് എൻഡ്. ഇപ്പോൾ ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ക്ലെപ്രയോൺസ് തിയറത്തിനകത്ത് ക്ലെപ്രയോൺസ് തിയറം ആണെങ്കിൽ നമ്മുടെ സപ്പോർട്ട്സ് എല്ലാം സിമ്പിൾ സപ്പോർട്ട്സ് ആയിരിക്കണം. പക്ഷെ ഒരു ഫിക്സഡ് സപ്പോർട്ട് വന്നാൽ എങ്ങനെയാണ് ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു 1 എൻഡ് ഫിക്സഡും അത് എൻഡ് ഹിഞ്ചഡ് സപ്പോർട്ടും ആണ്. അപ്പോൾ ഇതിനകത്ത് ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫിക്സഡ് സപ്പോർട്ട് നമുക്ക് റിമൂവ് ചെയ്യണം. ഈ ഫിക്സഡ് സപ്പോർട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഇതിപ്പോ ലെറ്റ് ദിസ് സൈഡ് ബി എ ആൻഡ് ദിസ് ബി ബി. അപ്പോൾ ഈ ഫിക്സഡ് സപ്പോർട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഒരു ഇമാജിനറി സ്പാൻ അസ്യൂം ചെയ്യും. ഫിക്സഡ് സപ്പോർട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി സ്പാൻ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇമാജിനറി സ്പാൻ. സോ ആ ഇമാജിനറി സ്പാന്റെ ലെങ്ത് L0 എന്ന് കൊടുക്കും. ഇമാജിനറി സ്പാന്റെ ലെങ്ത് L0 ആൻഡ് ഫ്ലെക്സുറൽ റിജിഡിറ്റി. ഫ്ലെക്സുറൽ റിജിഡിറ്റി മീൻസ് E into I. ഈ I വാല്യൂ ഇൻഫിനിറ്റി എന്നും പറഞ്ഞു കൊടുക്കും. ഈ I വാല്യൂ ഇൻഫിനിറ്റി. സോ ഇങ്ങനെയാണ് നമുക്കൊരു ഫിക്സഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഫിക്സഡ് സപ്പോർട്ട് ഉള്ള ക്വസ്റ്റ്യനെ ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി കൺവേർട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഫിക്സഡ് സപ്പോർട്ട് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു? ഒരു സ്പാൻ അസ്യൂം ചെയ്യാണ്. ഇപ്പോ ഈ സപ്പോർട്ട് നമുക്ക് A0 എന്ന് കൊടുക്കാം. A0 എന്നുള്ളൊരു സ്പാൻ അസ്യൂം ചെയ്തു ഓഫ് ലെങ്ത് L0 ആൻഡ് ഫ്ലെക്സുറൽ റിജിഡിറ്റി EI ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് ഇപ്പോ നമ്മുടെ ബീം എന്ത് വന്നു? 2 സ്പാൻ കണ്ടിന്യൂസ് ബീമായി L0 L1. നമുക്കറിയാം ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് എത്ര സ്പാൻ വേണം? 2 സ്പാൻ വേണം. കണ്ടിന്യൂസ് ബീം ആയിരിക്കണം. സപ്പോർട്ട്സ് എല്ലാം സിമ്പിൾ സപ്പോർട്ട് ആയിരിക്കണം. അപ്പൊ പിന്നെയും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഈ നമുക്ക് എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്താണ്? ഒരു ഫിക്സഡ് സപ്പോർട്ട് ആണല്ലോ. സോ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ട് ആണ്. പക്ഷേ ഒരു കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ കണ്ടിന്യൂസ് ബീമില് എൻ സപ്പോർട്ടിൽ വരുന്ന സപ്പോർട്ട്സ് സിമ്പിൾ സപ്പോർട്ട്സ് ആണ്. ഈ മിഡിൽ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ഇടയിൽ വരുന്ന സിമ്പിൾ സപ്പോർട്ട് അതൊരു ഫിക്സഡ് ബീം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഇടയിൽ വരുന്ന സിമ്പിൾ സപ്പോർട്ട്സിന് എന്തെടുത്തു? മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? അതൊരു ഫിക്സഡ് ബീം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൂടെ ഓർത്തിരിക്കുക. ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ഇടയിൽ വരുന്ന സിമ്പിൾ സപ്പോർട്ട്സ് ഒരു ഫിക്സഡ് ബീം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഫിക്സഡ് ബീം ഉണ്ടായിട്ട് അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റും കൂടെ ഓർത്തിരിക്കുക. ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ഇടയിൽ വരുന്ന സിമ്പിൾ സപ്പോർട്ട്സ് വെദർ ഇറ്റ് ഈസ് എ റോളർ സപ്പോർട്ട് ഓർ എ ഹിഞ്ചഡ് സപ്പോർട്ട്, ആ സപ്പോർട്ട് ഒരു ഫിക്സഡ് സപ്പോർട്ട് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിക്സഡ് സപ്പോർട്ട് അതേ കണക്ക് തന്നെ വരച്ചിരിക്കുന്നത്, വേറെ ചേഞ്ചസ് ഒന്നും വരുത്താത്തത്. സോ നിങ്ങൾക്ക് കാണാം ആപ്ലിക്കേഷൻ ഓഫ് 3 മൊമെന്റ് ഇക്വേഷൻ ടു പ്രോബ്ലംസ് വിത്ത് ഫിക്സഡ്. ഇതെന്താണ്? ഒരു സ്പാൻ ഉള്ള ബീമാണ്. ഇനി
ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടെന്ന് പറയാമോ? ഈ വരച്ചിരിക്കുന്ന സ്പാനിൽ അല്ലെങ്കിൽ ഈ വരച്ചിരിക്കുന്ന ബീമിൽ എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്? ഈ വരച്ചിരിക്കുന്ന ബീമിൽ എത്ര നമ്പർ ഓഫ് അൺനോൺസ്? 2. ഏതൊക്കെയാ 2 അൺനോൺസ്? RB ഒന്ന് വരും, RBയും പിന്നെ മൊമെന്റ് അറ്റ് MA. മൊമെന്റ് അറ്റ് MA. വേറെ ഒന്നും ഇല്ലല്ലേ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ബാക്കിയുള്ളവര് എല്ലാരും പറയുന്ന 2 നമ്പർ ഓഫ് അൺനോൺസ് എന്നാണോ? ലോഡിന്റെ വാല്യൂ W എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു നോൺ വാല്യൂ ആയിട്ടാണ് തരുന്നത് ക്വസ്റ്റ്യനിൽ, W എന്ന വാല്യൂ. ഇതൊരു ഫിക്സഡ് സപ്പോർട്ട് അല്ലേ? ഇപ്പൊ ഇത് A എന്ന് കൊടുക്കാം, ഇത് B എന്ന് കൊടുക്കാം. A എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ടിൽ എന്തുണ്ട്? ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, there will be a horizontal reaction and there will be a moment. അപ്പോൾ A എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ തന്നെ എത്ര അൺനോൺസ് വന്നു? 3 നമ്പർ ഓഫ് അൺനോൺസ് വന്നു. ഇനി നമുക്ക് കൊടുത്തിരുന്നത് B എന്ന് പറഞ്ഞ പോർഷനിൽ ഒരു റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ടിൽ എത്ര നമ്പർ ഓഫ് അൺനോൺസ് വരും? എ വെർട്ടിക്കൽ റിയാക്ഷൻ. So 3 plus 1, 4 number of unknowns. ഇതിന്റെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി എത്രയാ? ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1. എങ്ങനെയാ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 വന്നത്? ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 4 മൈനസ് നമുക്കുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്ര എണ്ണമാണ്? 3. ഏതൊക്കെ ഇക്വിലിബ്രിയം ഇക്വേഷൻ? സിഗ്മ H is equal to 0, sigma V is equal to 0 and sigma M is equal to 0. Sigma H is equal to 0, sigma V is equal to 0 and sigma M is equal to 0. Therefore 4 minus 3 is equal to 1. So ഇത് ഇൻഡിറ്റർമിനേറ്റ് ടു ഫസ്റ്റ് ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു അഡീഷണൽ നമ്പർ ഓഫ് ഇക്വേഷൻ വേണം എന്ത് ചെയ്യാൻ? ഇതിന്റെ അൺനോൺ റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ആ അഡീഷണൽ ഇക്വേഷൻ ആണ് ക്ലെപ്രയോൺസ് തിയറം അല്ലെങ്കിൽ 3 മൊമെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്കൊരു അഡീഷണൽ ഇക്വേഷൻ വേണം ഇതിനകത്തുള്ള അൺനോൺ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആ അഡീഷണൽ ഇക്വേഷൻ ആണ് ക്ലെപ്രയോൺസ് തിയറം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹലോ. സോ ഈ ഒരു ബീം സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാണ്? എ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് സപ്പോർട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? എന്ന് ഒരു സ്പാൻ അസ്യൂം ചെയ്യാണ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്. ഒരു സ്പാൻ അസ്യൂം ചെയ്യാണ്. സോ ഇതാണ്ടേ A0 എന്നൊരു സ്പാൻ ഓഫ് ലെങ്ത് L0 അസ്യൂം ചെയ്തു. അതിന്റെ ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ EI വാല്യൂ ഇൻഫിനിറ്റീവ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ക്ലെപ്രയോൺസ് തിയറം എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി. ആ ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷനകത്ത് ലെങ്തിന്റെ അടുത്ത് L0 കൊടുത്തു, ഐയുടെ വാല്യൂ ഇൻഫിനിറ്റീവ് കൊടുത്തു. അപ്പോൾ L0 ബൈ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ നമുക്ക് അതൊരു 0 ആയിട്ട് എടുക്കാം. അപ്പോൾ 0 ആയിട്ട് എടുത്തു. പിന്നെ നമുക്ക് വരുന്ന എന്താണ്? 2MA into L1 by I1 plus MB into L1 by I1 is equal to minus 6A1 I1 divided by I1 L1 plus 6E HB divided by L1. ബാക്കി ടേംസ് എല്ലാം 0 ആയി പോകും. ബിക്കോസ് ഫ്ലെക്സുറൽ റിജിഡിറ്റിയുടെ ടേം നമ്മൾ ഇൻഫിനിറ്റീവ് ആയിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. ഫ്ലെക്സുറൽ റിജിഡിറ്റി is taken as infinitive. നമുക്കൊരു ഫസ്റ്റ് പ്രോബ്ലം നോക്കാം.
So analyze the continuous beam shown in figure using 3-moment equation and draw shear force and bending moment diagram. So analyze the continuous beam shown in figure using 3-moment equation and draw shear force and bending moment diagram. അപ്പോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് സ്റ്റെപ്പില് ഈ തന്നിരിക്കുന്ന ബീമിനകത്ത് എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്താണ്? ഒരു ഫിക്സഡ് സപ്പോർട്ടാണ്. ആ ഫിക്സഡ് സപ്പോർട്ടിനെ നമ്മൾ റിമൂവ് ചെയ്തു. ആ ഫിക്സഡ് സപ്പോർട്ട് റിമൂവ് ചെയ്യാൻ എന്താണ്? എയിന്ന് ഒരു സ്പാൻ നമ്മൾ അസ്യൂം ചെയ്തു. എയിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സ്പാൻ, അതാണ് ഈ സെക്കൻഡ് ഫിഗറിൽ വരച്ചിരിക്കുന്നത്. A0 എന്നൊരു സ്പാൻ അസ്യൂം ചെയ്തു. ബാക്കിയെല്ലാം അതേ കണക്ക് തന്നെ എഴുതി. അപ്പോ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്, നമുക്ക് ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഫിക്സഡ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫിക്സഡിന്ന് നമ്മളൊരു സ്പാൻ അസ്യൂം ചെയ്യുകയാണ് ഓഫ് ലെങ്ത് L0 ആൻഡ് ഫ്ലെക്സുറൽ റിജിഡിറ്റി ഓഫ് ദി ഇമാജിനറി സ്പാൻ ഈസ് ടേക്കൺ ആസ് ഇൻഫിനിറ്റി. സോ അതാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ. Fixed end A is replaced by a continuous end with an imaginary beam A0A. ഇനി എന്തൊക്കെ ചെയ്യണമായിരുന്നു? ഇനി നമ്മൾ പഴയ പ്രൊസീജിയർ അതേ കണക്ക് തന്നെ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത അതേ കണക്ക് തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ക്ലെപ്രയോൺസ് തിയറത്തിനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നോക്കുക. നമുക്കിപ്പോ ഇത് എത്ര സ്പാൻ ബീം ആയി? ഇപ്പോഴ് 2 സ്പാൻ ബീം ആണോ 3 സ്പാൻ ബീം ആണോ? ഇപ്പോ 3. ഏതൊക്കെയാ 3 സ്പാൻ? A0 എന്ന് പറയുന്ന ഫസ്റ്റ് സ്പാൻ, AB എന്ന് പറയുന്ന സെക്കൻഡ് സ്പാൻ, BC എന്ന് പറയുന്നത് തേർഡ് സ്പാൻ. അപ്പോൾ 3 സ്പാൻ കണ്ടിന്യൂസ് ബീം ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ബീം. ഇനി ഇതിനകത്ത് ഫസ്റ്റ് സ്പാൻ നോക്കിക്കേ, A0A. A0Aയില് നമുക്ക് ലോഡ് ഒന്നുമില്ല, അതുകൊണ്ട് എന്താണ്? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം 0 ആണ്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. A0A is equal to 0. ഇനി അടുത്തത് AB. AB എന്ന് പറഞ്ഞ പോർഷൻ സ്പാനിൽ എന്തുണ്ട്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. AB എന്ന് പറഞ്ഞ സ്പാനിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുകയാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് പാരബോളിക് ഷേപ്പ്. ആ പാരബോളിന്റെ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? WL² divided by 8. സോ അത് നമ്മൾ ചെയ്തു. ഡബ്ല്യുവിന്റെ വാല്യൂ 20, എല്ലിന്റെ വാല്യൂ 6. അപ്പൊ 20 into 6 square by 8 is equal to 90 kilonewton meters. 90 kilonewton meters. ഇനി BC സ്പാൻ നോക്കിക്കേ. BC സ്പാനില് നമുക്കൊരു പോയിന്റ് ലോഡ് ആണുള്ളത്. ആ പോയിന്റ് ലോഡിന്റെ വാല്യൂ 40 kilonewton. 40 kilonewton. അപ്പോ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്ത് വരും? ഒരു സ്പാനില് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുവാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ്. ഈ ട്രയാങ്കിളിന്റെ മാക്സിമം മൊമെന്റ് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരുന്നു? പോയിന്റ് ലോഡ് WL divided by 4. So 40 into 4 divided by 4 is equal to 40 kilonewton meters. So നമ്മൾ എന്ത് ചെയ്തു? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരച്ചു. ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ A0A എന്ന് പറയുന്നത് അവിടെ ലോഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് 0 ആണ്. നമ്മൾ ആ ഒരു ബേസ് ലൈൻ മാത്രമേ വരത്തുള്ളൂ. AB എന്ന് എടുത്തത് വന്നു പാരബോള വന്നു. BC എന്ന് എടുത്ത് ട്രയാങ്കുലർ ലോഡ് വന്നു. ട്രയാങ്കുലർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി അടുത്ത എന്താണ്? ഈ രണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ വരയ്ക്കുവാണ്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് AB സ്പാൻ, അതാണ് A1 എന്ന് കൊടുത്തിരിക്കുന്നത്. പാരബോളയുടെ ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പാരബോളയുടെ ഏരിയയുടെ ഇക്വേഷൻ 2/3 into base into height. അപ്പൊ 2/3 ബേസ് എന്ന് വെച്ചാൽ AB ലെങ്ത് 6 meters, ഹൈറ്റ് എന്ന് വെച്ചാൽ പാരബോളുടെ ഹൈറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 90. അപ്പൊ 2/3 into 6 into 90 is equal to 360 meters square. 2/3 into 6 എന്ന് വെച്ചാൽ AB ലെങ്ത്, 90 എന്ന് വെച്ചാൽ പാരബോളുടെ ഹൈറ്റ്. അപ്പൊ 2/3 into 6 into 90 is equal to 360 meters square. ഇനി അടുത്തത് A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ട്രയാങ്കിൾ. അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്.
അപ്പോൾ ബി സി ലെങ്ത് ആണ് 4 മീറ്റർ, ഹൈറ്റ് 40. അപ്പോൾ 1/2 into 4 into 40 is equal to 80 meter square. 1/2 into 4 into 40 is equal to 80 meter square. അടുത്ത് എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടേ? ക്യാപിറ്റൽ A1 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ്? എ ബിയും ബി സിയും എന്താണ്? എ ബി എന്ന് പറഞ്ഞ പാരബോള സിമെട്രിക്കൽ ആണ്, ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിള് സിമെട്രിക്കൽ ആണ്. അപ്പൊ നമുക്ക് സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എ ബി ലെങ്തിന്റെ ഹാഫ് എടുത്താൽ മതി, അത് കണക്കിന് ബി സി ലെങ്തിന്റെ ഹാഫ് എടുത്താൽ മതി. ബിക്കോസ് bending moment diagram of AB and bending moment diagram of BC are symmetrical. അപ്പോ സ്മോൾ a1 ന്റെ വാല്യൂ എന്ത് വരും? സ്മോൾ a1 എന്ന് വെച്ചാൽ പാരബോളയുടെ സെൻട്രോയിഡ്. പാരബോള എന്താണ്? സിമെട്രിക്കൽ പാരബോളയാണ്. അപ്പോൾ എ ബി ലെങ്ത് 6 മീറ്റർ ആണ്. അപ്പൊ എ ബിയുടെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? 3 മീറ്റർ. ഇനി ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും എന്താണ്? സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്. ബി സി ലെങ്ത് 4 meters ആണ്. അപ്പൊ therefore സെൻട്രോയിഡ് ഓഫ് ബി സി 2 meters. അപ്പോ A1 വന്നു, സ്മോൾ a1 3 meters, സ്മോൾ a2 2 meters. ഇനി തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം 3 മൊമെന്റ് ഇക്വേഷൻ നമുക്ക് എത്ര സ്പാൻ അറ്റ് എ ടൈം അപ്ലൈ ചെയ്യുന്നത്? 2 സ്പാൻ. അപ്പോ 3 മൊമെന്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യുന്നത് 2 സ്പാൻ ആണ്. അപ്പോ എ ബി സി ഇത് കണക്ക് 2 സ്പാൻ ആണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഏതൊക്കെ സ്പാൻ ആയിരിക്കണം ആദ്യമേ എടുക്കേണ്ടത്? നമുക്ക് 3 സ്പാൻ ബീം ആയിട്ടാണ് കിട്ടിയത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സിംപ്ലി ബീം എന്ന് പറയും 3 സ്പാൻ ബീം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആദ്യം ഏത് സ്പാൻ എടുക്കണം? A0A and AB. A0A AB. അപ്പോൾ A0AB എന്നുള്ള സ്പാൻ ആണ് ആദ്യമേ കൺസിഡർ ചെയ്യുന്നത്. A0A എന്നുള്ള സ്പാനും AB എന്നുള്ള സ്പാനും സെന്റർ സപ്പോർട്ട് A ആയിട്ട് എടുക്കുവാണ്. എന്നിട്ട് A0A ABയില് ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം A0Aയുടെ ലെങ്ത് L0 എന്നും അതേ കണക്ക് തന്നെ ഫ്ലെക്സുറൽ റിജിഡിറ്റി ഇൻഫിനിറ്റീവ് ആണ്. ഫ്ലെക്സുറൽ റിജിഡിറ്റി ഇൻഫിനിറ്റീവ്. സോ ക്ലെപ്രയോൺസ് തിയറത്തിൽ നമ്മൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ക്ലെപ്രയോൺസ് തിയറത്തിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ ഞാൻ എഴുതിയിട്ടില്ല, അത് വേണമെങ്കിൽ കാണിച്ചു തരാം. സോ ഇതായിരുന്നു നമ്മുടെ ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ MA/L1/I1 എന്ന് വരുന്ന സ്ഥാനത്ത് എന്ത് വരും? L0/I0 വരും. L0/I0. അപ്പോ I0 എന്ന് പറഞ്ഞത് എന്താണ്? ഇൻഫിനിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ടേം നമുക്ക് വേണ്ട, ഫസ്റ്റ് ടേം വരില്ല. ഇത് MA അല്ല, MA0 എന്നാണ് നമ്മുടെ പ്രോബ്ലത്തിൽ വരുന്നത്. ഇനി അടുത്ത് എന്ത് വരും? നമ്മുടെ സെന്റർ സ്പാൻ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ A ആയിരുന്നു. അപ്പൊ 2MA into L0/I0. അപ്പൊ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോകും. പിന്നെ ഇതെന്ത് വരും? L1/I1 എന്ന് വരും. അപ്പോ 2MA L1/I1 എന്ന് വരും. പിന്നെ എന്ത് വരും? പ്ലസ് MC into L1/2 പിന്നെ MB into L1/I1 is equal to ഈ ഫസ്റ്റ് ടേമിനകത്ത് ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? I0 വരും. I0 എന്ന് കഴിയുമ്പോൾ ഈ ഒരു ടേമും നമുക്ക് ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ വരുമ്പോൾ -6A1 ക്യാപിറ്റൽ A1 സ്മോൾ a1 ഡിവൈഡഡ് ബൈ I1 L1 എന്ന് വരും. ഈ രണ്ട് ടേമും വരില്ല, ബിക്കോസ് സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ്. ലാസ്റ്റ് രണ്ട് ടേമും വരത്തില്ല, ബിക്കോസ് സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല. റൈറ്റ് സൈഡിലെ ലാസ്റ്റ് രണ്ട് ടേം HAയും HCയും നമുക്ക് വരത്തില്ല, സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ് ഇല്ലാത്തത് കൊണ്ട്. അതൊന്നും നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഈ ഇക്വേഷൻ തന്നെ കിട്ടും. ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷനകത്ത് ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷനകത്ത് ഫസ്റ്റ് സ്പാനിനകത്ത് ഫ്ലെക്സുറൽ റിജിഡിറ്റി അല്ലെങ്കിൽ ഐയുടെ ടേം ഇൻഫിനിറ്റീവ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇനി നമ്മുടെ
നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐയുടെ വാല്യൂ ഫ്ലെക്സിബിൾ റിജിഡിറ്റി അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കോൺസ്റ്റന്റ് അല്ല. നോക്കിക്കേ, എ ബിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ 2i ആണ്, ബി സിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ ക്യാപിറ്റൽ ഐ ആണ്. എ ബിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ 2i ആൻഡ് ബി സി മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ i. അതും കൂടെ ഓർത്തിരിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. സോ ഇക്വേഷനിലേക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പൊ 2ma into 6 divided by 2i plus mb into 6 divided by 2i is equal to minus 6. ഇത് ക്യാപിറ്റൽ എയുടെ വാല്യൂ ആണ്. a1 ന്റെ വാല്യൂ ആണ് 360 into സ്മോൾ a1 3 divided by ഐയുടെ അടുത്ത് 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലെങ്ത് 6 meters. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി 6ma plus 3mb is equal to minus 540. 6ma plus 3mb is equal to minus 540. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത സ്പാൻ എടുക്കണം. എ ബി ആൻഡ് ബി സി. സ്പാൻ എ ബി ആൻഡ് ബി സി. അവിടെ എന്ത് ചെയ്തു? ക്ലെപ്രയോൺസ് തിയറം അപ്ലൈ ചെയ്തു. അപ്പോ നമുക്കറിയാം എൻഡ് സ്പാനിലുള്ള സിമ്പിൾ സപ്പോർട്ടില് മൊമെന്റ് ഇല്ല. നമുക്ക് സി എന്ന് പറഞ്ഞ സപ്പോർട്ട് നോക്കിക്കേ. സി എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു സിമ്പിൾ സപ്പോർട്ട് ആണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് നമുക്ക് എൻഡ് സ്പാനിലാണ്. നമുക്ക് അല്ലെങ്കിൽ അറിയാം സിമ്പിൾ സപ്പോർട്ട് എൻഡിൽ മൊമെന്റ് ഇല്ല. അപ്പോൾ സിമ്പിൾ സപ്പോർട്ട് എൻഡിൽ വരുവാണെങ്കിൽ അവിടെ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷനകത്ത് എം സി ഇസ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം സി ഇസ് ഈക്വൽ ടു 0. സോ അതാണ് ഈ എം സി ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിരിക്കുന്നത്. എം സി ഇസ് ഈക്വൽ ടു 0. ഈ ബാക്കി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എം എ L1 വാല്യൂ 6, I1 അടുത്ത് 2i plus 2mb into 6 divided by 2i plus 4 by i. നമുക്ക് എം സിയുടെ ടേം 0 ആയി പോയി. is equal to 6 into 360 by 3 divided by 2i into 6 minus 6 into 80 into 2 divided by i into 4. സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. 3ma plus 14mb is equal to minus 780. 3ma plus 14mb is equal to minus 780. So solving equation number 1. Equation number 1, 6ma plus 3mb is equal to minus 540. Equation number 1 and equation number 2. Solving equation number 1 and equation number 2 നമുക്ക് എന്ത് കിട്ടും? ma വാല്യൂവും കിട്ടും, mb വാല്യൂവും കിട്ടും. ma വാല്യൂ ആൻഡ് mb വാല്യൂ. സോ ഇത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഫിഗർ വരയ്ക്കാൻ പറ്റും? ma വാല്യൂം mb വാല്യൂം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഫിഗർ ഏതാണ്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കേണ്ട പ്രൊസീജിയർ എന്താ? ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യണ്ടേ? ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയാ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്? ആർക്കും അറിയില്ലേ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്? ഫ്രീ ബെൻഡിങ് മൊമെന്റ് വരച്ചിട്ട് ആദ്യം ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. നമുക്ക് ആദ്യം ആ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമത്തിന് നമ്മൾ ഇമാജിൻ ചെയ്ത സ്പാൻ ഒന്നും വരയ്ക്കണ്ട, ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. അപ്പോ ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് സി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോ ഇതിനകത്ത് എന്താണ്? ഈ ബേസ് ലൈനിന് മുകളിലേക്കുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, താഴത്തേക്കുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇനി ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, എ ബിയുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തായിരുന്നു? എ ബിയുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോള. ആൻഡ് മാക്സിമം മൊമെന്റ് വാല്യൂ 90 കിലോന്യൂട്ടൺ മീറ്റർ. ഇനി ബി സിയുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തായിരുന്നു? ട്രയാങ്കുലർ ഷേപ്പ്. അതിന്റെ മൊമെന്റ് വാല്യൂ 40 kilonewton meter. 40 kilonewton meter. സോ ആദ്യമേ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ? അടുത്തത് നമ്മുടെ സപ്പോർട്സിലെ മൊമെന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം.
സപ്പോർട്ട്സിലെ മൊമെന്റ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട്സിലെ മൊമെന്റ് എങ്ങനെയാ എഴുതുന്നത്? നെഗറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന്റെ മുകളിൽ വരും, പോസിറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന് താഴെ വരും. നമുക്ക് കിട്ടിയ എം എ വാല്യൂ എത്രയാണെന്ന് ഓർക്കുന്നുണ്ടോ? എം എ വാല്യൂ -69.6. -69.6 ആണ് എം എ വാല്യൂ. എം ബി വാല്യൂ -40.8. ഈ സി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ മൊമെന്റ് വാല്യൂ ഇല്ല, അത് 0 ആണ്. അപ്പോ ആ സപ്പോർട്ട്സിലെ മൊമെന്റിന്റെ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യുന്നതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അപ്പോൾ എം എയുടെ വാല്യൂ -69.6. അപ്പൊ ബേസ് ലൈനിന് മുകളിലേക്ക് 69.6. അത് ഏകദേശം ഒരു സ്കെയിലിൽ അങ്ങ് വരയ്ക്കുക കേട്ടോ. ഈ 40യുടെ മുകളിലായിട്ടായിരിക്കും ഈ 69.6 നിൽക്കേണ്ടത്. 69.6. ഇനി ബിയുടെ മൊമെന്റ് വാല്യൂ എത്ര കിട്ടിയത്? -40.8. അപ്പോൾ ഏകദേശം ഇവിടെ വരും 40.8 -40.8. സോ എന്ത് ചെയ്യുക? ഈ രണ്ട് ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്യാം. മൊമെന്റ് സി 0 ആണ്. അങ്ങനെ ജോയിൻ ചെയ്യാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. എന്നുവെച്ചാൽ വാല്യുവേഷൻ നിങ്ങൾ ആദ്യമേ പേപ്പർ വാല്യൂ നാളെ നോക്കുന്നത് നിങ്ങൾ SFDയും BMDയും വരച്ചിട്ടുണ്ടോ എന്നാണ്. അത് കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റെപ്സ് ഒന്നും പിന്നെ നോക്കാൻ പോവില്ല. ഈ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ച് ഷെയ്ഡ് ചെയ്ത് അതിനകത്ത് വാല്യൂസ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഫുള്ളും കിട്ടും. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാവോ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇപ്പൊ കുറെ പറഞ്ഞു ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ SFD വരയ്ക്കാനായിട്ട്? സോ പ്ലീസ് റെസ്പോണ്ട്. SFD വരയ്ക്കാനായിട്ട് വീണ്ടും പറഞ്ഞു തരണോ? ഹലോ, SFD ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെയാണോ? അപ്പോ SFD വരയ്ക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ? നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എത്ര സ്പാനാ ഉള്ളത്? 2 സ്പാനാണുള്ളത്. അപ്പൊ നമുക്ക് 2 സ്പാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ സ്പ്ലിറ്റ് ചെയ്യാം. AB സ്പാനും BC സ്പാനും. അപ്പോ AB സ്പാനിൽ റിയാക്ഷൻ RA, പിന്നെ ഈ B എന്ന് പറഞ്ഞ സപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോ ഇവിടെ ഇതിനെ RB1 എന്ന് കൊടുക്കുക, ഇവിടെ RB2 എന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ B എന്ന് പറഞ്ഞ സപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ബീമിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. RB2 ഇവിടെ RC. ഇനി AB സ്പാനിൽ നമുക്കുള്ള ലോഡ് എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലേ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇനി നമുക്ക് എയിൽ നമുക്കൊരു മൊമെന്റ് വാല്യൂ കിട്ടിയായിരുന്നു. എത്രയായിരുന്നു മൊമെന്റ് വാല്യൂ കിട്ടിയത്? എയിൽ കിട്ടിയ മൊമെന്റ് വാല്യൂ, എയിൽ കിട്ടിയ മൊമെന്റിന്റെ വാല്യൂ എത്രയായിരുന്നു? -69.6 ആകുമ്പോൾ നമുക്ക് എയിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണോ മൊമെന്റ് കൊടുക്കേണ്ടത്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണോ മൊമെന്റ് കൊടുക്കേണ്ടത്? നെഗറ്റീവ് സൈൻ മീൻ ചെയ്യുന്നത് എന്താ? ഹോഗിങ് ആണ് മീൻ ചെയ്യുന്നത്. ഹോഗിങ് എന്ന് വെച്ചാൽ ബീം എന്ത് ചെയ്യും? ഇത് കണക്ക് അപ്വേർഡ് ആയിട്ട് ബെൻഡ് ചെയ്യും. അപ്വേർഡ് ആയിട്ട് ബെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ്? ലെഫ്റ്റ് സൈഡില് എന്ത് ചെയ്യണം? ഇതെന്താ? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുക്കണം. റൈറ്റ് സൈഡിലെ മൊമെന്റ് എന്തായിട്ട് കൊടുക്കണം? ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ബീം ഹോഗ് ചെയ്യുള്ളൂ. ഹോഗിങ് മൊമെന്റ് ആണ് നമ്മൾ നെഗറ്റീവ് മൊമെന്റ് ആയിട്ട് എടുക്കുന്നത്. ഹോഗിങ് മൊമെന്റ്സ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ RA അല്ലെങ്കിൽ A എന്ന് പറഞ്ഞ സപ്പോർട്ടിലെ മൊമെന്റ് എന്തായിരുന്നു? നെഗറ്റീവ് മൊമെന്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ മൊമെന്റ് മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യണം A പോയിന്റിൽ.
ഇനി ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു മൊമെന്റ് കിട്ടിയായിരുന്നു. അതും പോസിറ്റീവ് മൊമെന്റ് ആണോ കിട്ടിയത്, നെഗറ്റീവ് മൊമെന്റ് ആണോ കിട്ടിയത്? നെഗറ്റീവ് മൊമെന്റ് ആണ്. അപ്പൊ നെഗറ്റീവ് മൊമെന്റ് ആണെങ്കിൽ ബീമിന്റെ റൈറ്റ് സൈഡിൽ എന്തായിട്ട് കൊടുക്കണം? ക്ലോക്ക് വൈസ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്, മൊമെന്റ് കൊടുക്കാനായിട്ട്. ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുത്താൽ എന്ത് ചെയ്യുള്ളൂ? ബീം ഹോഗ് ചെയ്യുള്ളൂ. ഈ ഫിഗർ ഓർത്തിരുന്നാൽ മതി. ബീം ഹോഗ് ചെയ്യണമെങ്കിൽ മൊമെന്റ് എങ്ങനെ കൊടുക്കണം? ബീം ഹോഗ് എന്ന് വെച്ചാൽ എന്താ? അപ്വേർഡ് ആയിട്ട് ബെൻഡ് ചെയ്യാണ്. അപ്വേർഡ് ആയിട്ട് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡ് മൊമെന്റ് ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുക്കുക, ലെഫ്റ്റ് സൈഡ് മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് വേണം? RA വാല്യൂം RB1 വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ RA1 വാല്യൂം RB1 വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യുന്നേ? പറഞ്ഞേ. RA1 വാല്യൂം സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇക്വേഷൻ? നമുക്ക് ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ എന്തായിരുന്നു? 20 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോ സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ പറഞ്ഞോ. RB1 RA പ്ലസ് RB1. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? Uniformly distributed load. Upward force are taken as positive and downward forces are taken as negative. ഇനി എന്താ ഉള്ളത്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണുള്ളത്. ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം സോൾവ് ചെയ്യാനായിട്ട്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ടെങ്കിൽ അതിനെ പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാ പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു? ഇപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ എത്രയാ? 20. അതിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? AB യുടെ സ്പാൻ ലെങ്ത്. AB ലെങ്ത് എത്രയാ? 6 മീറ്റേഴ്സ് അല്ലേ? അപ്പൊ എന്ത് വന്നു? 20 × 6 120. അപ്പോ RA plus RB1 minus 120 is equal to 0. RA plus RB1 minus 120 is equal to 0. ഇനി നമ്മൾ ഈ പോയിന്റ് ലോഡ് വരച്ചിരിക്കുന്ന എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? AB സ്പാനിന്റെ എക്സാക്ട് സെന്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. AB ലെങ്ത് എത്രയാണ്? 6 meters ആണ്. Therefore it is acting at a distance of 3 meter. ഈ പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി അടുത്ത ഏത് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉള്ളത്. സിഗ്മ H is equal to 0, സിഗ്മ V is equal to 0 and സിഗ്മ M. അടുത്ത ഏത് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യും? നമുക്ക് സിഗ്മ സം ഓഫ് മൊമെന്റ് എബൌട്ട് A, സം ഓഫ് മൊമെന്റ് എബൌട്ട് A is equal to 0 എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ്? നമുക്ക് A എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ ഒരു മൊമെന്റ് ഉണ്ട്. അപ്പോ സം ഓഫ് മൊമെന്റ് എബൌട്ട് A is equal to minus 69.6. സം ഓഫ് മൊമെന്റ് എബൌട്ട് A is equal to 69.6 എന്ന് എഴുതും. ബിക്കോസ് നമുക്ക് A എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ ഒരു മൊമെന്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അപ്പോ സം ഓഫ് മൊമെന്റ് എബൌട്ട് A കാൽക്കുലേറ്റ് ചെയ്തേ. സം ഓഫ് മൊമെന്റ് എബൌട്ട് A കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ഉണ്ട്? സം ഓഫ് മൊമെന്റ് എബൌട്ട് A ചെയ്യാനായിട്ട് നമുക്കുള്ള ലോഡ് എന്തൊക്കെയാണ്? നമുക്കൊരു 120 എന്ന് പറഞ്ഞൊരു പോയിന്റ് ലോഡ് ഉണ്ട്, പിന്നെ ഒരു RB1 ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ഒരു മൊമെന്റ് ഉണ്ട് RB-യിൽ. അപ്പൊ പറഞ്ഞേ 120 into 3. 120 into 3 എന്ന് വെച്ചാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കിയതാണ് 120.
അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എബൌട്ട് എ എന്ന് പറഞ്ഞാൽ 3 meters ആണ്. ഇനി എന്താ ഉള്ളത്? RB1. ഈ 120 into 3 എന്ന് പറഞ്ഞത് എന്താ കോസ് ചെയ്യുന്നത്? അതുകൊണ്ട് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം അപ്വേർഡ് ആണ് ബെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ. ഇനി എന്താ ഉള്ളത്? RB1. RB1ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എബൌട്ട് എ എന്ന് പറഞ്ഞാൽ 6 meters വരും. അപ്പോൾ 6 into RB1. 6 into RB1 അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് RB1 വന്ന് എയിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം എന്തായിരിക്കും? ഡൗൺവേർഡ് ആണ് ബെൻഡ് ചെയ്യുന്നത്. ഡൗൺവേർഡ് ബെൻഡിങ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ താഴത്തേക്ക് ബെൻഡിങ് ആണെങ്കിൽ സാഗിങ് ബെൻഡിങ് ആണ്. സാഗിങ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇനി നമുക്ക് ബിയിൽ എന്തുണ്ട്? ഒരു നെഗറ്റീവ് മൊമെന്റ് ഉണ്ട്. അത് -40.8. -40.8 is equal to -69.6. ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ നിന്ന് RB1 കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടോ? ഇതൊന്ന് സോൾവ് ചെയ്ത് ആൻസർ പറയാമോ? RB1ന്റെ വാല്യൂ സോൾവ് ചെയ്ത് ആൻസർ പറഞ്ഞേ. RB1ന്റെ വാല്യൂ പറഞ്ഞേ. RB1ന്റെ വാല്യൂ 55.2. 55.2. ഈ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ RB1 കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഹലോ, മനസ്സിലായി സർ. ഈ രണ്ടുപേരൊഴിച്ച് ബാക്കി ആരെയും പറ്റി ഒരു വിവരം കാണുന്നില്ലല്ലോ. മനസ്സിലായി സാർ. ഇനി അടുത്ത സ്പാൻ നോക്കിക്കേ. RB2 RC BC സ്പാൻ. BC സ്പാനിനകത്ത് അല്ല, RB1 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RA കാൽക്കുലേറ്റ് ചെയ്യാം. RA വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയേനെ? നമുക്ക് എങ്ങനെയായിരുന്നു? RA പ്ലസ് RB1 മൈനസ് 120 ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ എഴുതിയത്. അതിനകത്ത് RB1 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി RA വാല്യൂ എങ്ങനെ വരും? RA വാല്യൂ ഇസ് ഈക്വൽ ടു 120 മൈനസ് RB1 എത്രയായിരുന്നു? 55.2 എന്നാണ് കിട്ടിയത്. 55.2. സോ RA വാല്യൂ എത്ര വരും? RA വാല്യൂ hello, 120 minus 55.2 64.8. Okay. So അടുത്ത നെക്സ്റ്റ് സ്പാൻ BC സ്പാൻ. സോ BC സ്പാനില് നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? RB2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. RB2 വാല്യൂ ആൻഡ് RC വാല്യൂ. ഇനി ഇതിനകത്ത് ബിയിൽ നമുക്ക് എന്തുണ്ട്? ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റ് നെഗറ്റീവ് മൊമെന്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ നമ്മളിവിടെ ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യണോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യണോ ബി പോയിന്റില്? സോ ഇതാണ് ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്. ഇവിടെ നമുക്കുള്ള മൊമെന്റ്
നെഗറ്റീവ് മൊമെന്റ് ആണ്. അതുകൊണ്ട് അത് ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യണോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യണോ? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്താലേ അവിടെ ഹോഗിങ് കോസ് ചെയ്യുള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്? ഒരു പോയിന്റ് ലോഡ് ഇല്ലേ? പോയിന്റ് ലോഡിന്റെ വാല്യൂ എത്ര ആയിരുന്നു? പോയിന്റ് ലോഡ് 40 kilonewton. 40 kilonewton. Distance 2 meter. 2 meter. ഓക്കെ. ഇനി എങ്ങനെ നമുക്ക് RB2 വാല്യൂം RC2 വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാം? RB2 RC2 വാല്യൂം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? പറഞ്ഞോ. RB2 വാല്യൂം സിഗ്മ V is equal to 0. സിഗ്മ V is equal to 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താ വരുന്നത്? RB2 plus RC equal to 40. RB2 plus RC is equal to 40. RB2 plus RC is equal to 40. ഇനി അടുത്ത ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? Moment at C. Moment at C. Moment at B എടുത്താൽ എങ്ങനെ ഇക്വേഷൻ വരുന്നതെന്ന് പറയാമോ? Moment at C is equal to 0 കൊടുക്കാം. പക്ഷെ moment at B എടുത്താൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്? Moment at B. Sum of Moment at B. moment about B is equal to എന്ത് കൊടുക്കണം? Sum of moment about B is equal to minus 40.8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 40 എന്ന് പറഞ്ഞൊരു പോയിന്റ് ലോഡും ഉണ്ട്, RC എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. അതും കൂടെ എഴുതാം. 40 into 2. 40 into 2 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരിക? ഈ 40 എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് ബിയിലൊന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം എന്ത് ചെയ്യും? അപ്വേർഡ് ആയിട്ട് ബെൻഡ് ചെയ്യും. അതുകൊണ്ട് ഹോഗിങ് ആണ്. ഹോഗിങ് ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. പിന്നെന്താ ഉള്ളത്? RCയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 meters ആണ്. അപ്പോൾ RC into 4. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? RC ഇതാണ്ടേ ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യണം. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം എന്ത് ചെയ്യും? ഡൗൺവേർഡ് ബെൻഡ് ചെയ്യും, സാഗ് ചെയ്യും. സാഗിങ് ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ് ഇസ് ഈക്വൽ ടു minus 40.8 is equal to minus 40.8. അപ്പോൾ ഇവിടെ നിന്ന് RC വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. RC is equal to RC value 9.8. RC value 9.8. RC value 9.8 കിട്ടിക്കഴിഞ്ഞാൽ RB2 വാല്യൂ എന്ത് വരും? RB2 is equal to എത്ര വരും? 30.2. 30.2. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. അടുത്തത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ഇപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു ബേസ് ലൈൻ വരയ്ക്കും. ബേസ് ലൈനിന് മുകളിലേക്കുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ്, താഴത്തേക്കുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ്. ഒറിജിനൽ ഫിഗറും കൂടെ ഒന്ന് വരയ്ക്കാം, എന്നാലേ എളുപ്പം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 6 meters.
ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു പോയിന്റ് ലോഡ് 40 kN, ഇവിടെ ഒരു സപ്പോർട്ട്. സോ നമുക്ക് ഇതിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? യൂണിഫോംലി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കേണ്ട സൈൻ കൺവെൻഷൻസ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സൈൻ കൺവെൻഷൻ ഓർക്കുന്നുണ്ടോ? ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ്. സോ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സോ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സോ ആണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡും റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സും ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ഈ സൈൻ കൺവെൻഷൻ ഓർത്തോണം. ഇനി നമുക്ക് SFD വരയ്ക്കാം. അപ്പോ RA റിയാക്ഷൻ A എങ്ങനെയാണ്? അപ്വേർഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ റിയാക്ഷൻ RA ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. RAയുടെ വാല്യൂ എത്ര കിട്ടിയെന്ന് ഓർക്കുന്നുണ്ടോ? RA വാല്യൂ 55.2 55 ആണോ? RA 64.8 ആണ്. 64.8. അപ്പോ RA എവിടെയാണ്? അപ്വേർഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? അപ്വേർഡ് ആയിട്ട് വരച്ചു. 64.8. ഇനി RB2 എന്താണ്? ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണ്. ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആകുമ്പോൾ നോക്കിക്കേ എന്താണ്? ഷിയർ ഫോഴ്സ് നെഗറ്റീവ് സൈൻ ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ബേസ് ലൈനിന് താഴത്തേക്ക് വേണം വരയ്ക്കാനായിട്ട്. അപ്പോ RB1ന്റെ വാല്യൂ 55.2. RB1 55.2 എന്ന് വെച്ചാൽ നമ്മൾ ബീം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു വരച്ചത്. അപ്പോൾ RA അപ്വേർഡ് ആണ്, RB1ഉം അപ്വേർഡ് ആണ്. RA എന്ന് പറഞ്ഞ ബീമിന്റെ ലെഫ്റ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഈ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അതുകൊണ്ടാണ് ബേസ് ലൈനിന് താഴത്തേക്ക് RB1 വരച്ചത് 55.2. എന്നിട്ട് ഈ രണ്ട് ലൈൻസ് തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഇതിനാണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും വരുന്നത്. ഇനി RB2 വാല്യൂ എത്ര കിട്ടിയത് ഓർക്കുന്നുണ്ടോ? 30.2 എന്നായിരുന്നു RB2 വാല്യൂ കിട്ടിയത്. 30.2 ആണ് RB2 വാല്യൂ കിട്ടിയത്. അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ? RB2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണോ? പോസിറ്റീവ്. വൈ പോസിറ്റീവ്? RB2 എന്ന് പറയുന്നത് ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണ്. കണ്ടോ? ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണ്. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണ്. അപ്പോ ഇവിടെ നിന്ന് മുകളിലേക്ക് വരയ്ക്കുക. ആ വാല്യൂ എത്രയായിരുന്നു? 30.2. 30.2. ഇനി നോക്കിക്കേ, ഇതാണ്ട് ഇത്രയും പോർഷനിൽ ലോഡ് ഒന്നുമില്ല. അതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമുക്ക് എന്താണ്? 40 kN ഒരു പോയിന്റ് ലോഡ് വന്നു. പോയിന്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഷിയർ ജമ്പ് ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് താഴത്തേക്ക് 40 kN ലോഡ് വരയ്ക്കുക. അപ്പോ 30.2 മുകളിലേക്ക് വരച്ചു. പിന്നെ ഇത്രയും പോർഷൻ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ 40 kN ലോഡ് വരുന്നിടത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം 40 എന്ന് പറഞ്ഞ് താഴത്തേക്ക് വരച്ചു.
അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണ്, ഇത്രയും പോർഷൻ 30.2 ആണ്. അപ്പോൾ റിമൈനിങ് 40യുടെ ബാക്കി എന്ത് വരും? 40 മൈനസ് 30.2 എന്ന് പറയുമ്പോൾ 9.8 വരും. അപ്പോൾ 9.8 ബേസ് ലൈനിന് താഴത്തേക്ക് മാർക്ക് ചെയ്യണം. ഇനി എന്താണ്, വീണ്ടും 40 കഴിഞ്ഞ് സി എന്ന് പറഞ്ഞ സപ്പോർട്ട്സ് വരെ ലോഡ് ഒന്നുമില്ല, അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. ഇനി വീണ്ടും എന്തുണ്ട്, ആർ സി ഉണ്ട്. ആർ സി എന്ന് പറഞ്ഞാൽ ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണ്. ആർ സി വാല്യൂ 9.8. അപ്പോ ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണ്. ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ബേസ് ലൈനിന് താഴത്തേക്ക് വരയ്ക്കുക 9.8. അപ്പൊ ഇവിടെ 9.8 ആണ്, ഇവിടെ 9.8 ആണ്. നമുക്ക് കിട്ടിയത് ഇതാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, SFD, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. പറഞ്ഞത് ക്ലിയർ ആണോ? SFD വരയ്ക്കാൻ പറഞ്ഞത്. സോ നമുക്ക് ഇനിയുള്ള 5ാമത്തെ മോഡ്യൂളും 6ാമത്തെ മോഡ്യൂളും എല്ലാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. SFDയും BMDയും വരയ്ക്കണം. ഇതേ പ്രൊസീജിയർ തന്നെയാണ് SFDക്കും BMDക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ പ്രോബ്ലത്തില്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലത്തില്? No, sir. ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. നിങ്ങൾക്ക് നെക്സ്റ്റ് അവർ ജിഷ മിസ് ക്ലാസ് എടുക്കുന്നുണ്ടോ? അത് വർക്ക് എന്തെങ്കിലും തരികയാണോ ചെയ്തേ? ഈ ഒരു പ്രോബ്ലം നോക്കിക്കേ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. Analyze the continuous beam shown in figure by using 3-moment equation and draw shear force and bending moment diagram. Support B sinks by 30 mm and take E is equal to 200 gigapascal and I is equal to 0.2 into 10 power 9 mm power 4. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. So absentees number 24 and 28. 24ഉം 28ഉം absent അല്ലേ? ഇതിനകത്തില്ലല്ലോ. Hello. Number 24 and number 28. Sir, 24 ഇതുവരെ ഉണ്ടായിരുന്നു. ആരാ 24? മൽക്കി. Number 28. 28 ആരാ? അപ്പൊ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണുന്ന പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. Analyze the continuous beam shown in figure by using 3-moment equation and draw shear force and bending moment diagram. Support B sink by 30 mm. Take E is equal to 200 gigapascal and I is equal to 0.2 into 10 power 9 mm power 4.
സോൾവ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം കണക്ക് തന്നെയാണ്. അഡീഷണൽ ആയിട്ട് എന്തുകൊണ്ട് ഇവിടെ സിങ്കിങ് ഓഫ് സപ്പോർട്ട്സും കൂടി വന്നു. സപ്പോർട്ട് സിങ്ക് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ നാളത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. അതേഴ്സ് ക്യാൻ ലീവ്. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir.